കരൾ നൽകാൻ ഭാര്യയുണ്ട്. സുനീഷിന് വേണ്ടത് കാരുണ്യമതികളുടെ കനിവ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. തൃശൂർ ജില്ലയിലെ തോളൂർ ഗ്രാമപഞ്ചായത്തിലെ പോന്നൂർ പട്ടികജാതി കോളനിയിൽ താമസിക്കുന്ന കാക്കശ്ശേരി 43 വയസ്സുള്ള സുനീഷാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത്. കഴിഞ്ഞ 3 വർഷമായി കരൾ രോഗബാധിതനായി ചികിത്സയിലാണ് സുനീഷ്. കോവിഡ് കാലഘട്ടത്തിൽ ഛർദിയെ തുടർന്ന് ചാവക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചുവെങ്കിലും അസുഖം തുടർന്നതിനാൽ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കരൾ രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് ലേക്ക് ഷോർ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു. 3.5 വർഷത്തോളം അയാൾക്ക് ചികിത്സ തുടങ്ങിയിട്ട് തന്നെ 1 വർഷമായി ഇപ്പോൾ ഞങ്ങൾക്ക് സർജറി സ്ഥിരീകരിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി സർജറി പറഞ്ഞ് നവംബർ 27-ാം തീയതി ആയിരുന്നു. സർജറിയുടെ ഡേറ്റ് നീങ്ങിപ്പോയി. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ജനുവരിയിലാണ് ഞങ്ങൾക്ക് ഡേറ്റ് ഇതാക്കണം. ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിലെ ജീവനക്കാരനായ സുനീഷിന്റെ വരുമാനം കുടുംബത്തിന്റെ ചിലവിനും ചികിത്സയ്ക്കും തികയാതെ വന്നതോടെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ ഇടപെടലിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്താൻ ദിവസം തീരുമാനിച്ചുവെങ്കിലും ആവശ്യമായ തുക സ്വരൂപിക്കാനാവാതെ മാറ്റിവെക്കുകയാണുണ്ടായത്. ജനുവരി 11 വ്യാഴാഴ്ച ശസ്ത്രക്രിയയ്ക്കായി അഡ്മിറ്റാകുന്നതിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കരൾ നൽകാൻ ഭാര്യ നിഷ തയ്യാറാണെങ്കിലും ചികിത്സയ്ക്കും മരുന്നിനും മാത്രം ഭീമമായ സംഖ്യയാണ് ചിലവ് വരുന്നത്. ഇതിനു പുറമെയാണ് വീട്ടിലെ നിത്യച്ചിലവുകൾക്കുള്ള തുക കണ്ടെത്തേണ്ടതും. കരൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാനുണ്ട്. പിന്നെ വേണ്ട വിധ ഫണ്ടും കാര്യങ്ങളാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത്. പിന്നെ 2 കുഞ്ഞു മക്കളുണ്ട്. അവരുടേതായ കാര്യങ്ങൾക്കും സുനീഷിനൊപ്പം കരൾ ദാനം ചെയ്യുന്ന ഭാര്യ നിഷയ്ക്കും തുടർ ചികിത്സകൾ ആവശ്യമായി വരുന്നതിനാൽ 15 ലക്ഷത്തിലേറെയാണ് ചികിത്സയ്ക്കും മരുന്നിനും മാത്രം വേണ്ടിവരുന്നത്. ഞങ്ങൾക്കപ്പോൾ അതിനെ അധികം ഇതായിട്ടൊന്നും ഫണ്ട് പിരിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെയുള്ള ഭാരവാഹികളും കമ്മിറ്റിക്കാരും രൂപീകരിച്ചിട്ട് ഒരു പോസ്റ്റർ പോലെ ഇതാക്കി ഞങ്ങൾക്ക് തന്നു. അതിൽ നിന്നും പിന്നെ ഏട്ടൻ്റെ സുഹൃത്തുക്കളും പിന്നെ ദേവസ്വം ജീവനക്കാരും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ട സഹകരണം നൽകി. അതിൻ്റെ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിലും ഉപരി ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യം വന്നതിലാണ് UP സ്കൂൾ വിദ്യാർത്ഥികളായ അശ്വിൻ കൃഷ്ണയും അശ്വതി കൃഷ്ണയും അടങ്ങുന്ന കുടുംബത്തിന് കൈത്താങ്ങാകാൻ മനസ്സിൽ നന്മയുടെ ഉറവ വറ്റാത്ത മനുഷ്യസ്നേഹികളുടെ സഹായം അനിവാര്യമാണ്. ഈ കുടുംബത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ ചെയർമാനായും വാർഡ് മെമ്പർ സുധാചന്ദ്രൻ കൺവീനറായും പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CS സന്തോഷ് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് പറപ്പൂർ ശാഖയിൽ സുനീഷിന്റെ പേരിൽ ചികിത്സാ സഹായത്തിനായി അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഗൂഗിൾ പേ വഴിയും സഹായം എത്തിക്കാവുന്നതാണ്. രോഗത്തിൽ നിന്ന് പൂർണ്ണമോചിതനാകാൻ സുനീഷിന് കാരുണ്യമുള്ളവരുടെ സഹായം മാത്രമാണ് ഇനി ആകെയുള്ള ആശ്രയം. ഉദാരമതികളുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. CCTV ന്യൂസ്, കേച്ചേരി.